കണ്ടോ കണ്ടോ കണ്ടില്ലയോ? നാട്ടുകാരൊക്കെ അറിയണം. അതായത് ഇവിടെ കുറെ കാറല്ല ഇങ്ങനെ ചുമ്മാ കൊണ്ട് വെക്കുക എന്ന് വെച്ച് ഞങ്ങൾക്ക് ഇവിടോട്ട് ആരാണ്ട് കയറിയെന്ന് വരുത്താനല്ല കാറ് കൊണ്ടുവന്നിരിക്കുന്നത്. അതിനാ ഞാനിങ്ങനെ ഇവിടെ പറക്കി വെച്ചത്. നമ്മളിത് അരസെങ്കിൽ കൂടുതൽ ഇങ്ങോട്ട് ഉള്ളിലോട്ട് കയറ്റി മതിൽ പണിഞ്ഞേക്കുന്നത് എന്ന് വെച്ചാൽ എന്നും റോഡല്ലയോ എപ്പോഴാ വൈദ്യുതി കാണിയിട്ടില്ലല്ലോ. അതുകൊണ്ട് കണ്ടില്ലയോ നിങ്ങളുടെ വീട്ടിൽ നടക്കും ഇതൊക്കെ. നീ കണ്ടോണം അകത്ത് കയറുന്നത് അകത്ത് കയറി വരുന്നത് കണ്ടില്ലയോ? ഇത് ബാക്കിലേക്ക് ക്യാമറ പൊട്ടിക്കാൻ വരികയാണ്. ഇത് പുറകിലൊക്കെ സ്ഥലവാ. അപ്പൊ നോക്കണം ക്യാമറ പൊട്ടിക്കുന്നത്. കണ്ടില്ലേ പൊട്ടിക്കുന്നത്? ആർക്കാ വട്ടപ്പം? ഇവനല്ലേ തോന്നിയാസം? ആ കേസൊക്കെ അന്ന് പോലീസുകാർ വലിയ ഇവൻ എന്റെ മുൻഭർത്താവെന്ന് പറയുന്നവന് വക്കീല, അവന് പോലീസിനല്ല അവന്റെ കയ്യില. ഇവിടെ നിന്ന ആ പെണ്ണുപിള്ള ഉണ്ടല്ലോ കഴിഞ്ഞ ദിവസം എന്റെ പറയാ അവരെ കുറിച്ച് കണ്ടില്ലയോ? ഫ്രണ്ടിലത്തെ ക്യാമറ ചെയ്തു കണ്ടോ വലിച്ചു പൊട്ടിച്ചത്? വലിച്ചു പൊട്ടിക്കാണ്ടോ നോ വീഡിയോ എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഇവിടെ അഴിഞ്ഞാട്ടം നടത്തിയവന്മാരാ ഈ ഗൂണ്ടകള്. ഇതൊക്കെ അറിയണ്ടായോ നാട്ടുകാര്? അതുപോലെ ഇവന്റെ വേറെ ഇവൻ ചീത്ത വിളിക്കുന്നതല്ല, ഇവന്റെ എല്ലാം കിടപ്പുണ്ടല്ലേ ഇത് ഈ വടക്കേലെ. ഇത് വേറെ ഗൂണ്ടകൾ വന്ന് ചീത്ത വിളിക്കുന്നതാ. കാര്യമോ എന്തിനു വേണ്ടി? സ്വത്തിന് വേണ്ടിയിട്ട്. സ്വത്താണ് കാര്യം. ആ അല്ല, സ്വത്തന്റെ പേരില്ല. എനിക്കുള്ളതല്ലേ, കണ്ടാലുള്ളതാണ്. ഇതില്ല കണ്ടല്ലൂരുള്ളവര് വേണം, ഇവന് വഴി വേണം, അങ്ങനെ പല പല പിന്നെ അവർക്ക് വേണം. ഞങ്ങൾ ഞാനിവിടുന്ന് പോകണം. കണ്ടല്ലൂർ എന്റെ മുൻ ഭർത്താവ്, ഞാൻ ബന്ധം കഴിഞ്ഞതാ. കായംകുളത്ത് ഉണ്ട്. കണ്ടില്ലേ ഇങ്ങനെ ദിവസം ഇങ്ങനെ ഭീഷണിയാണോ നമുക്ക്? ഏതെങ്കിലും വീട്ടിൽ നടന്നിട്ടുണ്ടോ? ഇതെല്ലാം എന്റെ കിടപ്പുണ്ട് തെളിവായിട്ട്. അതുപോലെ ഈ കുട്ടൻ എന്ന് പറയുന്ന എന്റെ കാണിച്ചു തരാം. ഇവനിപ്പോ പോയവൻ, ഇപ്പൊ ഈ പോയവനാ കുട്ടന്. ഇതൊക്കെ വിചാരം എന്തെങ്കിലും ഒന്നും ഇല്ലെന്നാണ്, എല്ലാം കളഞ്ഞെന്നായിരിക്കും വിചാരം. ഇങ്ങനെ ചുമ്മാ ഓരോരുത്തരെ വിടുക, അതിന്റെ വേണ്ടി നമ്മുടെ വീടിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ ചുമ്മാ നിൽക്കുക, അങ്ങനത്തെയൊക്കെ പരിപാടികളല്ലേ വേണ്ടമാര്. അതിന്റെ വേണ്ടിയോ ഇങ്ങനെ വന്ന് ഇവിടോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. ഒന്നും തന്നെ വേറെ എനിക്ക് മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ വീട്ടിൽ നടക്കും ഇത്. നിയമപരമായിട്ടൊക്കെ കൊടുത്തതാ. ഇവന്മാർ എന്തോ കോടതി വരെ ഇവന്മാരെ ഡ്രാമയുമായിട്ട് മജിസ്ട്രേറ്റ് ഇരിക്കുന്നത്. ഒരു പെണ്ണായിരുന്നു 7 മാസം എന്തുവാ എക്സ്പീരിയൻസ് ഉള്ള ഒരു അവരുടെ നടക്കുന്ന കോവിഡ് കൂടായിരുന്നു. ഇപ്പൊ നടക്കത്തില്ല. നന്നാ ഇവര് ഡയറ്റി കയറി ഇരുന്ന് നാളെ ഡ്രാമ എടുക്കാനുള്ളതാണോ? കോടതി എന്തുവാ ഇവൻ രാത്രി വരുന്ന എന്റെ മോനായി നടക്കുന്നത്. രാത്രി ഇവന്റെ വയ്യ ഇത് അന്ന് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ടില്ലായിരുന്നു. ഇവനിങ്ങനെ നടന്നിട്ട് കഥ ഉണ്ടാക്കുന്ന ഇനി ഉള്ളോട്ട് വരുന്ന കണ്ടില്ല. ഇപ്പൊ രാത്രി 1 മണിക്കൊക്കെ ഇവൻ വരുന്നത്, 1 മണി സമയത്ത്. അതുപോലെ ഇതുപോലെ ഇത് കണ്ടോ, ഇത് സ്പ്രേ ചെയ്യുക നമ്മുടെ ഇതിലോട്ട് എന്തുവാ ഈ പുകയും എല്ലാം കൂടെ നമ്മളെ അടിച്ച് നമ്മളെ ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട്. ഇപ്പൊ വേറെ പരിപാടി ജ്യൂസ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, അറിയാവുന്ന പറഞ്ഞത് ലേസർ എന്നൊക്കെ പറയും. അത് നമ്മളെ അടിക്കുക. അതെ ഇവന്റെ മോളാ ഈ കുട്ടൻ എന്ന് പറഞ്ഞ അവന്റെ പോയത് കണ്ടില്ലയോ? അവൻ ഞാൻ പറഞ്ഞില്ല ഇവിടെ വന്ന് നിപ്പാണെന്ന്. ഇവളെയും കൊണ്ട് ഇവൻ ഈ കുട്ടൻ എന്ന് പറയുന്നവൻ വന്ന് ഇവിടെ നിപ്പാടി. ഇപ്പം വരുമോ അവൻ? കണ്ടോണം. കണ്ടോ? ഇവന്റെ വീട്ടിൽ ഇരുന്നാ പോരാ, ഇവൻ ഇവിടെ വന്ന് നിൽക്കുന്ന ഇങ്ങനെ നിൽക്കും. ഇവൻ എന്നും വന്ന് ഇവിടെ നിപ്പായിരുന്നു ജോലി. സാറ് വല്ലവരുടെ വീടിന്റെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുമോ? നിൽക്കുമോ സാറേ? എവിടെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എവിടെങ്കിലും ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? എന്താ നമ്മൾ റോഡാന്ന് പറഞ്ഞ് എല്ലാവരും വീടിന്റെ മുന്നിൽ കയറി വല്ലവന്റെ ഗേറ്റിന്റെ മുന്നിൽ പോയി നിൽക്കുമോ? ആരെങ്കിലും സമ്മതിക്കുമോ? ഇങ്ങനെ നിൽക്കാതെ നമ്മളൊരു ഓട്ടോയും കൊണ്ട് വന്നാൽ നമുക്ക് ഇങ്ങോട്ട് നമ്മളുമില്ല ഇത് നമുക്ക് ഇങ്ങോട്ട് നിർത്താനൊക്കത്തില്ല. കാരണം ഇവന്മാരുടെ ശല്യം കാരണം ഇങ്ങോട്ട് പോലും മാറ്റി ഇവനിങ്ങനെ കയറി നിൽക്കുക. ഇതുപോലെ ശല്യം വരുന്നു ഇവനെ കൊണ്ട്. ഇവനായി പോയിരിക്കും ഈ ചെമ്മാടി. എന്ത് എന്നിട്ട് ഇത് കേൾക്ക്, നമ്മുടെ എഴുതി വെച്ച് പ്രമാണം എങ്ങാണ്ടൊക്കെ നമ്മൾ കൊടുത്ത് ഏതാണ്ടെല്ലാം വാങ്ങിച്ച് നമ്മൾ ഇന്നെന്ന് വരുത്താൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ സന്തുല എന്ന് പറയുന്ന കുറെ കൂട്ടുകാരുടെ ആശുപത്രി ഉണ്ട്. അവരിന്ന് കുറെ എണ്ണം വന്നേച്ച് എന്തോ ഇതെന്ന് വെച്ചാൽ നമ്മളെ പിടിച്ചുകൊണ്ട് അവിടെ പോയി. അവിടെ കൊണ്ടുപോയി ശിവമാർ ഇതിനകത്തെല്ലാം കയറിയല്ലേ പ്രമാണം തപ്പി. ഇവിടെ ഒന്നും ഇല്ല എന്റെ പ്രമാണം. പുറകിലത്തെ വാതിലടുത്ത് പൊളിച്ച ശിവമാർ കയറിയത് എന്റെ ഇതിനകത്ത്. നിങ്ങൾ
നിങ്ങളുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങളെ പിടിച്ചോണ്ട് പോവോ സാറേ? അപ്പൊ പെണ്ണുങ്ങൾക്ക് തന്നെ ജീവിക്കാൻ പറ്റില്ല ചോദിക്കുക. ഇവനാരാ നമ്മുടെ വീട് പൊളിച്ചു കയറാൻ ഇവിടെ ഒരു ചെറുകൂട്ടം പറ്റി ഈ പുള്ളിനും കൂടെ വന്നേ? ഇത് പാർട്ടിയാന്ന് പറഞ്ഞ് തോന്നിയാസം കാണിക്കുമോ? ഇതൊക്കെയാണ് ഇവിടെ നടന്നത്. ഇവിടെ കുറെ ക്രിമിനൽസ് ഉണ്ട്. എനിക്ക് ആരാണ് നമ്മൾ ചോദിക്കുന്നത്? അതാ ഇത് കണ്ടോ? ഇത് ഏതെങ്കിലും വീട്ടിൽ ഇത്രയും കാണിക്കാൻ ഏതെങ്കിലും പെണ്ണിന്റെ കൈ കാണും? ഇത്രയും നമുക്കെതിരെ നടക്കുന്ന തെളിവ് ഏതെങ്കിലും കാണിക്കാനുണ്ടോ? എന്നിട്ട് കേരളത്തിൽ കേസെടുത്തില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയണം. ഇവനെയൊക്കെ പിടിച്ച് ജയിലിൽ വിട്ട് ഇടി കൊടുക്കേണ്ട സമയം കഴിഞ്ഞില്ലേ സാറേ? വേണോ വേണ്ടയോ? നമ്മളെ എന്നും ചീത്ത വിളിക്കുക, എന്നിട്ട് നമുക്കെതിരെ ഇവരെ വരെ തിരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തോ ഇത്? സമുദായമൊക്കെ ഇവരുടെ ഇതാ സമുദായം. എന്താ സമുദായവാ? കാരണം എന്താ ക്രിമിനൽസ് കയറി ഇരിക്കുന്ന സമുദായവാ? സമുദായം എന്തോ സമുദായവാ? അവനെ എന്തോ ഞാനാരെ ഇവിടെ കയറാൻ വല്ല അധികാരമുണ്ടോ? അവന്റെ മെയിൻ്റെനൻസോ അല്ലെ ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇവനാരാ സാറേ കയറാൻ? ഇവനാരാ സാറേ? ഇവൻ വരുമല്ല, ഇവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുകയാണ്. മനസ്സിലാക്കിയോ? ഇവന്മാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഇവനവിടെ ഇരുന്നോണ്ട്. ഒരാളെ ഉള്ളു അവന്റെ കൂടാ. ഞാൻ പിടിച്ച ആദ്യം അവന് എന്റെ കൊച്ചിന് പേരിട്ടതാ മാളവിക ഡി. അന്ന് സാർ ഇരിക്കും. അന്നേരം പറഞ്ഞു എന്തോന്നറിയോ? അന്നേരം പറഞ്ഞു എന്തോന്ന് വെച്ചാൽ ന്യൂമറോളം പ്രകാരം മാളവിക ഡി എന്ന് ഇടാൻ പറ്റത്തുള്ളൂ. ശരി. അന്നേരം 2005 കാര്യം ഇത്. അപ്പൊ നമ്മൾ ഇതൊക്കെ അറിയാമെങ്കിലും നമ്മൾ അങ്ങനൊന്നും നോക്കിയിട്ടില്ല. മാളവിക എന്ന് വെച്ചാൽ ഡി എന്ന് പറയുന്നത് ദീപ. അവന്റെ പേരിടാൻ ഒക്കത്തില്ല. അവൻ ആദ്യം പറയുന്നത് കൊച്ചുങ്ങൾ ജനിച്ചാൽ ഇങ്ങനൊന്നും പറ്റത്തില്ല. ഇവന്റെ വിചാരം വേറെയൊക്കെ ആയിരുന്നു. ഇവിടെ കുറച്ച് ആൾക്കാരെ കുറിച്ച് വിചാരം ഇവിടെ വേറെ എനിക്ക് ഇളയതും കൂടെ ഉണ്ടാക്കി. ഇവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്നെ എങ്ങനെയെങ്കിലും വകവെച്ച് ഇവിടെ കെട്ടിയേക്ക് ഇതെല്ലാം ഇവിടെ പണ്ടത്ത് കൊണ്ട് 1.25 ഏക്കർ സ്ഥലമുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ഇവനങ്ങ് എടുത്ത് സുഖമായിട്ടങ്ങ് ജീവിക്കാനുള്ളത്. അപ്പം അതൊക്കെ കഴിഞ്ഞ കല്യാണം കഴിച്ചു. അപ്പൊ കല്യാണം കഴിച്ച് ഞാൻ ഇവന്റെ കൂടെ എന്റെ അമ്മ വീട്ടിൽ ചെന്നപ്പോഴേ അവിടെ അടുത്തുള്ള വെട്ടം പറയുക മണ്ഡപത്തിൽ അനിയത്തി കയറിയിരുന്നേ. നിങ്ങളുടെ ആരെങ്കിലും അവർ പറയൂ? നിങ്ങളുടെ മക്കളോട് ആരെങ്കിലും അവർ പറഞ്ഞു അങ്ങനെ കാര്യമാക്കണം? അങ്ങനെ പറയുമോ സാറേ? കല്യാണം കഴിച്ച് ഒരാഴ്ച പോലും ആവാത്ത 2 പേര് എത്തുമ്പം എന്റെ അടുത്ത് പറയുക അനിയത്തി കയറി മണ്ഡപത്തിൽ ഇരുന്നേനെന്ന് അനിയത്തിയോടൊന്നും നമുക്കറിയത്തില്ല. ഞാനുമായിട്ടില്ല ബന്ധമില്ല. ഞാനുമായിട്ടില്ല ബന്ധം. കണക്കിനൊക്കെ കാണും. എനിക്കറിയത്തില്ല എന്താണെന്നുള്ളത്. നമുക്കറിയാം. അവളുടെ ഭർത്താവ് മരിച്ചതാ. വലിയ ഇതൊക്കെയാ. അത് ഇവിടെ നാട്ടുകാർ പറയുന്ന കെട്ടിക്കൂട്ടുന്ന അല്ല, ഇവിടെ ആൾക്കാർ പറയുന്നുണ്ട്. ഇത് ആൾക്കാരാ പറഞ്ഞത്. ഇവിടെ ഒത്തിരി നിഗൂഢമായ കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് സാറേ. ഈ സാറേ ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം കെട്ടിത്തൂങ്ങി മരിക്കുന്നു കഥയുണ്ടാക്കുക വേറൊരു ഉദ്ദേശങ്ങളാണ്. ഞാൻ ഇനി പറയട്ടെ. അപ്പൊ ഇവനെ എന്തുവാ പറഞ്ഞോണ്ടുള്ള വേറെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അന്നേരം ഫോൺ എടുക്കുന്നില്ല. ഫോൺ എടുക്കുന്നില്ല. അപ്പൊ അപ്പം തന്നെ എടുത്ത് പോയി വന്ന് എടുത്ത് നോക്കിയപ്പോ ഇല്ല. അവിടെ തന്നെ അവൻ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അപ്പം മരിച്ചു പോയാണ്. ഇപ്പൊ അത് കഴിഞ്ഞാൽ ഇവരോട് പറയുന്നത് മരിച്ചെന്ന്. പക്ഷെ വ്യക്തിയോട് യാതൊരു സംഭവം. പക്ഷേ മൊത്തം 11 മണി കഴിഞ്ഞ് ഒരു സ്കൂളിൽ കാറുണ്ട്. പക്ഷെ അവന് അതേ കിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഓടിക്കുന്നു. അവരുടെ സ്കൂളിലെ അവരുടെ കാറേറെ അവരെ കാറ് നടത്താറിന് മധുരയിലെ താമസിക്കുന്ന മധുരയിൽ സാറിന്റെ ബൈക്ക് പിടിക്കില്ലയോ? അപ്പൊ പറയുന്നത് നമ്മുടെ അടുത്ത് ആരോ അനാവശ്യമായ പേരോ ഇവിടെ അല്ലെങ്കിൽ ബന്ധം കൂടാൻ വന്നവരാരായിട്ട് വന്നതാണ്.